സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ 49 പ്രതിപക്ഷ എംപിമാരെ കൂടി ഇന്ന് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടെ ലോക്സഭയിൽ മാത്രം 95 എംപിമാരാണ് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. രാജ്യസഭയിൽ നിന്ന് സസ്പെൻഷൻ ചെയ്ത 46 എംപിമാർ ഉൾപ്പെടെ 141 പേരാണ് ഇതിനോടകം മോശം പെരുമാറ്റം മൂലം സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വന്നത്. പാർലമെന്റിൽ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്നു എന്ന വ്യാജേന സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തിയ 49 ലോക്സഭാ എംപിമാരെയാണ് സ്പീക്കർ ഓം ബിർള ഇന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ലോക്സഭയിൽ മാത്രം 95 എംപിമാർ സസ്പെൻഷൻ നടപടികൾ നേരിട്ടു. കൂടാതെ 46 രാജ്യസഭാംഗങ്ങളെയും മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ഇരു സഭകളിലുമായി ഇതുവരെ 141 എംപിമാർ സസ്പെൻഷനിലായി. കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ, അടൂർ പ്രകാശ് കൂടാതെ സുപ്രിയ സുലെ, മനീഷ് തിവാരി, MD ഫൈസൽ, കാർത്തി ചിദംബരം, ഡിംപിൾ യാദവ്, ഡാനിഷ് അലി അടക്കമുള്ള എംപിമാരെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. പ്രതിഷേധത്തിന്റെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം ഇതോടെ പാളി. അതേസമയം പ്രതിഷേധിക്കാനെന്ന പേരിൽ സസ്പെൻഷനിലായ എംപിമാർ സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നു. ഈ സമയം തൃണമൂൽ കോൺഗ്രസ് എംപി കല്യാൺ ബാനർജി ഭാരതത്തിന്റെ വൈസ് പ്രസിഡന്റും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻഖറിനെ പരിഹസിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. ജനം, ഡൽഹി.